നമസ്കാരം. പതിരും കതിരും. മലയാള സിനിമയിലെ സഞ്ജയനും ചാപ്ലിനും മാത്രമായിരുന്നില്ല ശ്രീനിവാസൻ. സമൂഹത്തെ പൊള്ളിക്കുന്ന വാക്കുകളുടെ നിഘണ്ടു കൂടിയായിരുന്നു. ഔഷധം പുരട്ടിയ അമ്പുകളായിരുന്നു ശ്രീനിവാസൻ കപട രാഷ്ട്രീയക്കാരുടെ നെഞ്ചിലേക്ക് ആഞ്ഞയച്ചത്. സമ്പന്നതയില്ലാത്ത ഒരു മനുഷ്യൻ്റെ കയ്യിൽ അധികാരവും സമ്പത്തും വന്നു ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഏകാധിപതിയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സമ്പന്നത എന്നാൽ മാനവികതയും സ്നേഹവും ജനാധിപത്യ ബോധവും എല്ലാം കൂടി ഉൾക്കൊണ്ടുള്ള ഒരു സംസ്കാരമാണ്. ആ സമ്പന്നതയില്ലാത്തവരൊക്കെ പിൽക്കാലത്ത് ആരായി തീർന്നു എന്നത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ്. ജനാധിപത്യം ഒരു ഏകാധിപതിക്ക് ഭരണം കൈമാറുന്ന ഏർപ്പാടായതിനെപ്പറ്റിയും ശ്രീനി പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ച് സ്വന്തക്കാർക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന വൃത്തികെട്ട പരിപാടിയെപ്പറ്റി ശ്രീനിവാസൻ ഒരാൾക്കൂട്ടത്തിൻ്റെ മുമ്പിലിരുന്നാണ് വിശദീകരിച്ചത്. 2.5 വർഷം വീതം പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തക്കാരെ നിയമിച്ച് 5 വർഷം കൊണ്ട് 60 പേരെ ഉന്നത പെൻഷൻകാരാക്കുന്നു. ഇങ്ങനെ നർമ്മം പുരട്ടി മ്ലേച്ഛമായി മാറിയ രാഷ്ട്രീയത്തെ പച്ചയ്ക്ക് വിഴുങ്ങാൻ ഒരു ശ്രീനിവാസനെ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു നടൻ തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടമാക്കുന്ന ഒരു വാക്കു പറഞ്ഞാൽ അയാൾക്കെതിരെ മറുഭാഗം തിരിയുന്ന ഒരു ഏർപ്പാട് ഇവിടെയുണ്ട്. പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞതിനെ ഒന്നും എതിർക്കാനും അയാളെ സൈബർ ആക്രമണം നടത്തി തോൽപ്പിക്കാനും ഒരാളും മുതിർന്നിട്ടില്ല എന്നത് മറ്റൊരു അത്ഭുതമാണ്. സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് ശ്രീനിവാസൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞെട്ടരുത്, ഈ കഥയിൽ നീയാണ് എൻ്റെ നായകൻ. കാരണം ഈ സിനിമയിലെ നായകന് ഒട്ടും സൗന്ദര്യം ആവശ്യമില്ല. മറുപടിയായി ശ്രീനി പറയുന്നത്, മത്തങ്ങ പോലുള്ള മുഖമുണ്ടെങ്കിൽ നിനക്കും നായകനാകാം എന്നാണ്. മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി ശ്രീനിവാസൻ അത് പറയുമ്പോൾ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഫലിതമായി മാറുന്നു. തന്നെത്താൻ ട്രോൾ ചെയ്ത് മാത്രമല്ല ശ്രീനിയുടെ പ്രതിഭയെ ഉരച്ചെടുത്തത്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ വരെ സിനിമയിലും നേരിട്ടും ഫലിതത്തിൽ പിഴിഞ്ഞെടുത്തു. മമ്മൂട്ടി മഞ്ചേരിയിൽ വക്കീലായിരുന്ന കാലത്ത് ഒരു സൈക്കിൾ മോഷ്ടാവിൻ്റെ കേസ് നടത്തിയതായും വാദം പറഞ്ഞപ്പോൾ എന്നെയും എൻ്റെ കക്ഷിയെയും വെറുതെ വിടണമെന്ന് മമ്മൂട്ടി വാദിച്ചതായും മമ്മൂട്ടിയെ അടുത്തിരുത്തി ശ്രീനി ഫലിതം പറഞ്ഞു. ഇൻ്റർവ്യൂ ചെയ്ത പേളി മാണി അതങ്ങ് വിശ്വസിച്ചു. എന്നിട്ടെന്താ, പ്രതിയെ ശിക്ഷിച്ചു, ജഡ്ജി മമ്മൂട്ടിയെ വെറുതെ വിട്ടു. ഫലിതബോധമില്ലാത്തൊരു തലമുറയ്ക്ക് മുമ്പിലിരുന്ന് താൻ ഫലിതം പറഞ്ഞു പോയല്ലോ എന്നോർത്ത് ശ്രീനിവാസനും മമ്മൂട്ടിയും ഒന്നിച്ചു ചിരിച്ചു. രാത്രി മുറിയിലിരുന്ന് പാർട്ടി ക്ലാസിൻ്റെ നോട്ടുകൾ തയ്യാറാക്കുകയായിരുന്നു സന്ദേശത്തിലെ കോട്ടപ്പള്ളി. പിന്നിൽ ചെന്ന് നിന്ന് തിലകൻ ചോദിക്കുന്നു, മോൻ ഉറങ്ങിയില്ലേ? പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ കോട്ടപ്പള്ളി പറഞ്ഞത്, അച്ഛനായിരുന്നോ? ഞാൻ കരുതി വല്ല കുത്തക മുതലാളിയുമായിരിക്കുമെന്ന്. അതെന്തിനാ മുതലാളിമാരെ പേടിക്കുന്നത്? അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്. വിപ്ലവത്തിൻ്റെ ശത്രുക്കളാണവർ. സ്ഥിതിസമത്വത്തിൻ്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ആട്ടെ, വക്കീൽ ഭാഗം പഠിച്ചിട്ട് മോനെന്താ ഈ കോടതിയിൽ പോകാത്തത്? കോടതിയിൽ പോകാൻ വേണ്ടിയല്ലച്ചാ ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പോൾ എല്ലാവരും LLB എടുക്കുന്നുണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം. കോടതിയിൽ കേസ് നടത്താൻ നല്ല മിടുക്ക് വേണമച്ഛാ. ഞാനാണ് ഈ മാനങ്കര മണ്ഡലത്തിലെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ് എടുക്കുന്നതും ഞാനാണച്ഛാ. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സമരത്തിന് പോകണം, പോലീസിൻ്റെ അടി കൊള്ളണം. ബുദ്ധിജീവി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുറകിലിരുന്ന് ആഹ്വാനം ചെയ്താൽ മാത്രം മതി. നോക്കൂ, എത്ര സുന്ദരമായി LLB എടുത്ത് ഉഡായിപ്പുമായി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായ അഭിഭാഷകരെ പൊളിച്ചടുക്കിയിരിക്കുന്നു ശ്രീനിവാസൻ. നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ശ്രീനി പറഞ്ഞതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളെ. ഏതോ ലക്ഷ്മി വിലാസത്തിൽ അരിയാട്ടിക്കൊടുത്ത് LLB-കാരനായ നേതാക്കളെപ്പറ്റി പണ്ട് ജയശങ്കർ പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഫലിതം ചിലരെ വല്ലാതെ പൊള്ളിക്കുന്നത്. കോട്ടപ്പള്ളി പറഞ്ഞ അന്നത്തെ സ്ഥിതിസമത്വത്തിൻ്റെ പാതയിലെ കുപ്പിച്ചില്ലുകളും കാളസർപ്പങ്ങളുമായ മുതലാളിമാർ ഇപ്പോഴിരിക്കുന്നത് എവിടെയാണ്? വിപ്ലവകാരികളുടെ മടിയിൽ. ഇന്ത്യയെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇടതു പാർട്ടികൾ എന്തിനാണ് ഇടയ്ക്കിടെ ഇങ്ങനെ വിപ്ലവത്തെപ്പറ്റി പറയുന്നത് എന്ന് ചോദിക്കുന്ന ശ്രീനിയെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ഹാസ്യത്തിലൂടെ അവതരിപ്പിച്ച ഏത് ഫിലിം മേക്കറുണ്ട്? എൻ്റെ മീനവിയൽ എന്തായോ എന്ന് ചോദിക്കുന്ന ശ്രീനിയെ കാണുമ്പോൾ മന്ത്രി ശിവൻകുട്ടിയുടെ മുഖം എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്? ബുദ്ധിജീവികളെ, വക്കീലന്മാരെ, രാഷ്ട്രീയ അരാജകവാദികളെ, കൂട്ടുകുടുംബത്തെ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ദാരിദ്ര്യത്തെ, മധ്യവർഗ ദരിദ്രൻ്റെ സ്വപ്നങ്ങളെ, തൊഴിലാളികളുടെ ചോര കുടിച്ച യൂണിയൻ നേതാക്കന്മാരെ, കപട ആത്മീയതയെ, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ ശ്രീനി കൈകാര്യം ചെയ്തു. ലോകത്താരെങ്കിലും ബിസ്ക്കറ്റിന് ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പേരിടുമോ? ഇല്ല. പക്ഷേ അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ വന്നവൻ
സ്വന്തം കുടുംബത്തിൽ നിന്നും അനുഭവിച്ച യാതനകൾ ഓർക്കുമ്പോൾ ചിരിക്കാനും കരയാനും തോന്നും കാഴ്ചക്കാർക്ക്. എന്തെങ്കിലും പണയം വയ്ക്കാനുണ്ടോ മുതലാളി എന്ന് ചോദിക്കുന്ന ഡ്രൈവറോട് ഇനി എൻ്റെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മുതലാളിയെ മിഥുനത്തിൽ നമ്മൾ കണ്ടു. എല്ലാം ശരിയാക്കാൻ വന്നവരൊക്കെ ഇപ്പോൾ ശരിയാക്കാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഭരണ സംവിധാനങ്ങളെ ഓർത്തുപോകും. നാടോടിക്കാറ്റിൽ പാൻറ്റും ഷർട്ടും ഇട്ട് വിജയനും ദാസനും കൂടി പശുക്കളെ വാങ്ങി വരുന്ന ഒരു രംഗമുണ്ട്. എന്തൊക്കെ സ്വപ്നങ്ങളും കണക്കുകൂട്ടലുകളുമാണ് അവരുടെ വരവിൽ. ജീവിതം സുഭിക്ഷമാകുമെന്ന് അവർ സ്വപ്നം കണ്ടു. ആട്ടെ, ഇത്രയൊക്കെ ലാഭമുണ്ടെങ്കിൽ നീ എന്താ ദാസ നിന്റെ പേരിൽ ലോൺ എടുക്കാതിരുന്നത് എന്ന് വിജയൻ ചോദിക്കും. നീ എന്നേക്കാൾ ഭാഗ്യവാനായ മനുഷ്യനായതുകൊണ്ട്. ഞാൻ ആയില്യം നക്ഷത്രമാണ്, ലോൺ എടുത്തുകൂടാ. നമ്മൾ അതും അങ്ങ് വിശ്വസിച്ചു. അങ്ങനെ എന്തെല്ലാം കഥകളും കാഴ്ചകളും നമുക്ക് തന്നു ശ്രീനിവാസൻ. മോനെ ദാസ, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് മോനെ. MD പറഞ്ഞതുപോലെ സമയം അനുവദിച്ചു തന്ന കാലത്തിൻ്റെ ദയയ്ക്ക് നന്ദി പറഞ്ഞ് ശ്രീനിവാസനും മടങ്ങി.